മുഖ്യമന്ത്രിയുടെ മകൾ ടി വീണയ്ക്കായി CPM കെട്ടിപ്പൊക്കിയ പ്രതിരോധ കോട്ട ദുർബലമാകുന്നു. എക്സാലോജിക് വിവാദത്തിനു പുറമെ വീണയുടെ പേരിൽ പ്രചരിക്കുന്ന കനേഡിയൻ കമ്പനിയും ചർച്ചകളിൽ നിറയുന്നു. വീണയുമായി ബന്ധമുണ്ട് എന്ന ആരോപണമുയർന്നതിന് പിന്നാലെ കനേഡിയൻ കമ്പനി രേഖകളിൽ മാറ്റം വന്നതാണ് പുതിയ വിവാദത്തിന് തിരികൊളുത്തിയത്. മാസപ്പടി വിവാദത്തിന്റെ തുടക്കത്തിൽ എക്സാലോജിക്കിന്റെ വെബ്സൈറ്റിലും ഇതേ മറിമായമുണ്ടായിരുന്നു. എക്സാലോജിക്കിന് പിന്നാലെ കനേഡിയൻ കമ്പനി വിവാദത്തിലും പ്രതികരിക്കാതെ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണയും. ലാവ്ലിൻ കേസിലെ കനേഡിയൻ ബന്ധവും ചേർത്തുവച്ചാണ് ദുരൂഹത ആരോപിക്കപ്പെടുന്നത്. കർണാടക ഹൈക്കോടതി വിധിക്കെതിരെ വീണ അപ്പീൽ നൽകിയാലും വിധിപ്പകർപ്പ് ഇന്ന് പുറത്തുവരുന്നതോടെ സംസ്ഥാന രാഷ്ട്രീയം കൂടുതൽ കലങ്ങിമറിയാനാണ് സാധ്യത. SFIO അന്വേഷണം സംബന്ധിച്ച് കഴിഞ്ഞ 12-ന് 1.5 മണിക്കൂറോളം നീണ്ട വാദപ്രതിവാദമാണ് കർണാടക ഹൈക്കോടതിയിൽ നടന്നത്. കമ്പനി നിയമത്തിലെ ചട്ടം 210 പ്രകാരം രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിച്ചെന്ന് എക്സാലോജിക്കിന്റെ അഭിഭാഷകൻ അരവിന്ദ് ദത്തർ വാദിച്ചു. എന്നിട്ടും SFIO അന്വേഷണം പ്രഖ്യാപിച്ചത് നിയമപരമല്ല എന്നും അദ്ദേഹം ആരോപിച്ചു. എന്നാൽ CMRL ഇടപാടിൽ ഗുരുതര സാമ്പത്തിക കുറ്റകൃത്യം നടന്നെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായി. SFIOയ്ക്ക് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ കുളൂർ അരവിന്ദ് കാമത്ത് വ്യക്തമാക്കി, ഒരു സേവനവും ലഭിക്കാതെ CMRL 1.72 കോടി രൂപ എക്സാലോജിക്കിന് നൽകിയതിന് തെളിവുണ്ട്. വിവിധ ഏജൻസികളുടെ അന്വേഷണ പരിധിയിലുള്ള ഇടപാടുകളിൽ സമഗ്ര അന്വേഷണം ആവശ്യമാണെന്ന് വ്യക്തമായതിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര ഉത്തരവെന്നും അഡീഷണൽ സോളിസിറ്റർ ജനറൽ വ്യക്തമാക്കി. കേസിൽ വീണയുടെ അറസ്റ്റ് ഉണ്ടായാൽ മുഖ്യമന്ത്രിയുടെ രാജിയിലേക്ക് അത് നീണ്ടേക്കാം. അതിനിടെ കൂനിന്മേൽ കുരുവായി കനേഡിയൻ കമ്പനി വിവാദവും ശക്തമായി. ആരോപണം ഉയർന്നതിന് പിന്നാലെ കമ്പനി ഉടമസ്ഥരുടെ പേരുകളിലും വിലാസത്തിലും തിരുത്തലുണ്ടായി. മാസപ്പടി വിവാദമുയർന്നപ്പോൾ എക്സാലോജിക് വെബ്സൈറ്റ് ഓഫ്ലൈനായതും വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. കനേഡിയൻ ടൊറന്റോ ആസ്ഥാനമായ Sky 11 ഇൻകോർപ്പറേറ്റ്സ് കമ്പനിയുടെ രേഖകളിലാണ് കഴിഞ്ഞ ദിവസം മാറ്റമുണ്ടായത്. എക്സാലോജിക് പ്രവർത്തനം അവസാനിപ്പിച്ച മാസങ്ങൾക്കുള്ളിൽ 2023 മാർച്ചിലാണ് കനേഡിയൻ Sky 11 കമ്പനി തുടങ്ങിയത്. പ്രൊഫഷണലുകൾക്കും സ്ഥാപനങ്ങൾക്കും കൺസൾട്ടൻസി ട്രെയിനിങ് സേവനങ്ങൾ നൽകുന്ന കമ്പനിയാണ് വെബ്സൈറ്റിലുള്ളത്. മാനേജിംഗ് ഡയറക്ടർ ടി വീണ എന്ന അവരുടെ കമ്പനിയുടെയും ലിങ്കഡ് ഇൻ പ്രൊഫൈലിൽ കാണാം. Sky 11 ഡയറക്ടർ ബോർഡ് അംഗമായ കനേഡിയൻ പൗരത്വമുള്ള ദീപക് യശ്വന്ത് സായിബാബയാണ് കമ്പനി തുടങ്ങാൻ അപേക്ഷ നൽകിയത്. എക്സാലോജിക്കിന്റെ തുടക്കം മുതൽ വീണയ്ക്കൊപ്പം പ്രവർത്തിക്കുന്നയാളാണ് ദീപക്. തിരുത്തൽ അപേക്ഷ നൽകിയത് കഴിഞ്ഞ 15-നാണ്. അതായത് വീണയ്ക്ക് കനേഡിയയിലും കമ്പനിയുണ്ടെന്ന വിവരം പുറത്തു വന്നതിന് ശേഷം. വീണയുടെ പ്രൊഫൈലിൽ നേരത്തെ Sky 11 കമ്പനി ഉണ്ടായിരുന്നതും പെട്ടെന്ന് അപ്രത്യക്ഷമായി. Sky 11 കമ്പനിയുടെ ലിങ്ക്ഡ് ഇൻ പ്രൊഫൈലിൽ നിന്ന് വീണയുടെ പേര് മാറ്റി. ഒരു ജീവനക്കാരൻ്റെ വിവരങ്ങൾ മാത്രമാണ് നിലവിലുള്ളത്. ഇയാളുടെ ലിങ്ക്ഡ് ഇൻ പ്രൊഫൈൽ എക്സാലോജിക്കാണ് മുൻ കമ്പനിയായി കാണിക്കുന്നത്. എക്സാലോജിക്കൽ സോഫ്റ്റ്വെയർ ഡെവലപ്പറായിരുന്നു ഇയാൾ. മാസപ്പടി കേസിലെ പരാതിക്കാരനായ ഷോൺ ജോർജാണ് Sky 11 സംബന്ധിച്ച ആരോപണവും ഫേസ്ബുക്കിലൂടെ ഉന്നയിച്ചത്. തിങ്കളാഴ്ച കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുമെന്നും ഷോൺ പറയുന്നു.